ചിലർ യാത്രയിലാണ്. മംഗലാപുരത്ത് ഒരു ഉസ്താദിനെ ഒരു രക്ഷിതാവ് വന്നിട്ട് ശക്തമായ ഒരു അടിയടിക്കും, അതും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. 2 വരി അതുമായി ബന്ധപ്പെട്ട് പാടിയിട്ടൊരു കാര്യം പറയാം. ബൈന യദൈത്തിൽ മീദി ഖൽബൻ ളറബാ വലിദുഹു മുഅല്ലിമൻ ഖദ് അദ്ദബാ ഫി ഖുസ്രി വലദിൻ അല്ലദാ തസബ്ബബാ بالضرب في مستقبل قد أتربا فتب إلى الله أخي وتطلبا رضاه في الضرب وكن مؤدبا. ബൈന യദൈ തിൽമീദ്, കുട്ടിയുടെ ഇടയിൽ വെച്ചിട്ട് ഒരു രക്ഷിതാവ് ഉസ്താദിനെ അടിക്കുകയാണ്. ശക്തമായ അടി, ദേഷ്യം കൊണ്ട്. ആ കുട്ടിയുടെ പരാജയത്തിൽ തന്നെ ആ ഒരു അടി കാരണമായേക്കാം. ആ കുട്ടിയുടെ നല്ല ഭാവിയിലാണ് ഒരു പക്ഷേ ആ രക്ഷിതാവ് ആ അടി കാരണം മണ്ണ് വാരി എറിഞ്ഞത്. അതുകൊണ്ട് സഹോദര, പ്രിയ രക്ഷിതാവേ, അള്ളാഹുവിനോട് തൗബ ചെയ്യണം. അത് മാത്രം പോരാ, മനുഷ്യരുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് ആ ഉസ്താദിനോട് പൊരുത്തം ചോദിക്കണം, സംസ്കാരമുള്ളവനായി മാറണം എന്നതാണ് ഉദ്ദേശാർത്ഥം. പ്രിയപ്പെട്ടവരെ, ഒരു അധ്യാപകൻ ഏത് ജാതിക്കാരനാണെങ്കിലും, കുരിശ് വഹിച്ചവനാണെങ്കിലും, പൊട്ട് തൊട്ടവനാണെങ്കിലും, തൊപ്പി ധരിച്ചവനാണെങ്കിലും നമ്മളേറെ ബഹുമാനിക്കേണ്ടവരാ അധ്യാപക സമൂഹം. ഒരു മന്ത്രി കസേരയിൽ 100 വർഷം ഇരുന്നാലും, MLA വർഷങ്ങളോളം MLA ആയാലും, അദ്ദേഹം MLA സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ ആരും അദ്ദേഹത്തെ MLA എന്നോ മന്ത്രി എന്നോ വിളിക്കാറില്ല. അദ്ദേഹത്തെ പേര് വിളിച്ച് സംബോധന ചെയ്യാറുള്ളൂ. ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്റർ കാലങ്ങളോളം ജോലി ചെയ്ത് എത്ര പ്രായമായാലും നാട്ടുകാർ ബഹുമാനത്തോടെ വിളിക്കുന്ന പേരാണ് ഉസ്താദ് എന്നുള്ളത്. അധ്യാപകൻ അല്ലെങ്കിൽ മാഷ് എന്നുള്ളത് അത് അറിവിനോടുള്ള ബഹുമാനമാണ്. അത് മതാധ്യാപകരാകുമ്പോൾ ബഹുമാനം കൂടുകയാണ്. കാരണം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുർആൻ പഠിച്ചവർ, അറിവ് പഠിച്ചവർ, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ അത് മാത്രം മതി ഒരു ഉസ്താദിൻ്റെ, ഒരു മുഅല്ലിമിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇന്നമാ ബുഇസ്തു അന മുഅല്ലിമ, ഞാനൊരു അധ്യാപകനായിട്ടാണ് എന്നെ നിയോഗിച്ചത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് രണ്ടാമത്തെ മറ്റു സർട്ടിഫിക്കറ്റാണ്. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് അറിവുള്ളവർ. ആ അറിവുള്ള ഉസ്താദുമാർ, മതാധ്യാപകർ, നേരത്തെ പറഞ്ഞ പോലെ ആര് ഏത് ജാതിക്കാരാണെങ്കിലും അവർക്ക് ബഹുമാനം കൊടുക്കണം. പക്ഷേ ചൈൽഡ് ലൈനുകളും അതുപോലെ ഒരുപാട് നിയമത്തിൻ്റെ പിടിവള്ളികളും നമുക്ക് അവരെ കൊടുക്കാനുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ മക്കളുടെ ഭാവിയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് നമ്മളെല്ലാവരും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നിർത്തുന്നു. അവസാനമായി മഹാനായ അബൂ ഹനീഫത്തുൽ കുഫി റഹ്മത്തുള്ളാഹി അലൈഹി 500 ദിർഹംസാണ് തൻ്റെ പൊന്നുമോൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ചെറിയൊരു സൂറത്ത് പഠിച്ചു എന്ന് സന്തോഷം അറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ഉസ്താദിന് സമ്മാനമായി നൽകിയത്. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, എൻ്റെയൊക്കെ ഇതിനേക്കാൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിലേറെ തരുമായിരുന്നു എന്ന് മഹാനായ അബൂ ഹനീഫ തങ്ങൾ ഉസ്താദിനോട് പറയാം. അധ്യാപകരുടെ മഹത്വത്തിന് ഇതിനേറെ മഹത്വം ഇനി എന്താണ് വേണ്ടത്? അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിച്ചുകൂടാ. ആ രക്ഷിതാവിനോടാണ് ഉസ്താദിനോട് പൊരുത്തം ചോദിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ മക്കളെ ഒരിക്കലും അത്തരത്തിൽ അച്ചടക്കമില്ലാത്തവരായി വളരുന്ന സാഹചര്യം ഇല്ലായ്മ ചെയ്യാൻ നമ്മൾക്ക് ശ്രമിക്കേണ്ടവരാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ മക്കളെ അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.